വിശദമായ വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് മീററ്റിൽ ബലാത്സംഗ കേസ് പ്രതിയെ വെടിവെച്ചു കൊന്നു. പോലീസ് ഏറ്റുമുട്ടലിലാണ് ഷെഹസാദ് എന്ന കൊടും ക്രിമിനൽ കൊല്ലപ്പെട്ടത്. സരൂർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനുള്ളിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത്. 2 പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, 2 പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കിയ കൊടും ക്രിമിനലാണ്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇപ്പോൾ പോലീസ് വെടിവെച്ചു കൊന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ? ഉടനടി നീതി എന്നതാണ് നിലവിൽ അവിടെ നടക്കുന്ന ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ ചെയ്യുന്നത്. അതായത് ഉത്തർപ്രദേശ് മീററ്റിൽ ബലാത്സംഗ കേസിലെ പ്രതിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. സരൂർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനുള്ളിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. 7ഉം 5ഉം വയസ്സുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഷഹസാദ് എന്ന കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരം പുറത്തുവരുന്നു. ഇയാളുടെ തലയ്ക്ക് 25,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശ് മീററ്റ് പോലീസ്. ഇയാൾ പോലീസിന് നേരെ വെടി ഉതിർത്തപ്പോൾ പ്രതിരോധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഈ ജയിലിൽ 5 വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങി വീണ്ടും ഒരു പെൺകുട്ടിയെ കൂടി പീഡനത്തിന് ഇരയാക്കുകയും അവരുടെ വീട്ടിൽ ചെന്ന് വെടിയുതിർത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് കൂടി ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. ഇയാൾ അവിടെ കറങ്ങി നടക്കുന്നതടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ആരുമില്ലേ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയും ചെയ്തതാണ്. ആ ചോദ്യങ്ങൾക്കടക്കം ഇപ്പോൾ മറുപടിയായിരിക്കുന്നു. പോലീസിന് നേരെ വെടിയുതിർത്ത ബലാത്സംഗ കേസ് പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. അതെ ശ്രീകാന്ത്, നിയമം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. കാരണം 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ പോലീസ് ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടത്. നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഏത് രീതിയിലുള്ള നിയമം നടപ്പിലാക്കുന്നത് എത്ര പ്രായോഗികമായി വളരെ പെട്ടെന്ന് എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി എന്തിന് രാത്രി അവിടേക്ക് പോയി എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് UP എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണല്ലേ? തീർച്ചയായും. കഴിഞ്ഞ ദിവസം ബംഗാളിലെ ദുർഗാപൂരിൽ MBBS വിദ്യാർത്ഥിനി പുറത്തു പോയപ്പോൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും അത് പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തപ്പോൾ അവിടെ സ്ത്രീ കൂടിയായ മമതാ ബാനർജി ചോദിച്ചത് അവർ മുഖ്യമന്ത്രിയും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വല്ലാത്ത കാര്യം. അവർ ചോദിച്ചത് എന്തിനാണ് ഈ 12:30-ക്ക് പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. അതായത് താൻ തന്നെ വലിയ ദുരന്തമാണെന്ന് മമതാ ബാനർജി സ്വയം സമ്മതിക്കുകയാണ് ആ പ്രസ്താവനയിലൂടെ ചെയ്യുകയുണ്ടായത്. ആ സമയത്താണ് 7ഉം 5ഉം വയസ്സുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് 25,000 രൂപ തലക്കിനാം പ്രഖ്യാപിച്ച പ്രതിയെ വലിയ തോതിൽ ജനരോഷം അയാൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അയാൾ പോലീസിന് നേരെ വെടിയുതിർത്തു എന്ന ആ ഒരു സാഹചര്യത്തിൽ അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. എന്തായാലും ആ ശല്യം ആ പ്രദേശത്തുകാർക്ക് ഇതോടെ ഇല്ലാതായി. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ചില നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ ഭരണ സംവിധാനം പൊതുസമൂഹത്തിന് നൽകേണ്ടുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതായത് അരക്ഷിതാവസ്ഥയാണ് തങ്ങളുടെ ഭരണത്തിൻ കീഴിൽ എന്ന് ഒരിക്കലും തോന്നാത്ത വിധത്തിലുള്ള ഭരണ സംവിധാനം വേണം എപ്പോഴും എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപ്പിൽ വരുത്തേണ്ടത്. ഒരുപക്ഷെ നമുക്കറിയാം യോഗി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഭരണ സംവിധാനം അത്തരത്തിൽ തന്നെ ഉള്ളതല്ലേ? കാരണം ഏതൊക്കെ രീതിയിലാണോ നിയമവ്യവസ്ഥയ്ക്ക് വെല്ലുവിളിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കാണുന്നത് അവിടെ ശക്തമായ നടപടിയെടുക്കുന്നു. അതിനി ഏത് വിധേനയായാലും, അതായത് അക്രമാസക്തമാകുന്ന ഒരു ക്രിമിനലുകളുടെ മാനസികാവസ്ഥയ്ക്കെതിരെയായാലും അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന പ്രതിക്ക് എതിരെയായാലും തീവ്രവാദ സ്വഭാവം നടത്തുന്നവർക്കെതിരെയായാലും മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെയായാലും ഒക്കെ ശിക്ഷാ നടപടി വളരെ പെട്ടെന്ന് നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് എടുത്തു കാട്ടാവുന്ന ഒരു മികച്ച നേട്ടം തന്നെയല്ലേ? ഈ ഉത്തർപ്രദേശിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഒരു കാലത്ത് ചൂണ്ടപ്പെട്ടിരുന്നത് അവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മാത്രമല്ല ഏത് ഗലികൾ എടുത്താലും ഏത് പോക്കറ്റുകൾ എടുത്താലും അവിടെ ഗുണ്ടകളും അതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കുന്നവരും മാത്രം വിലസിയിരുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഉത്തർപ്രദേശ് അങ്ങനെയായിരുന്നു. കാരണം അത്രയും വിശാലമായ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ ഇന്ന് ഉത്തർപ്രദേശിൽ ചെന്നാൽ ഈ രീതിയിൽ മുൻപ് ചെയ്തിരുന്ന രീതിയിൽ ആർക്കെങ്കിലും അതിന്റെ ഹാങ് ഓവർ ഉണ്ടെങ്കിൽ
അവർ ഭൂമിയിൽ തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉത്തർപ്രദേശിലുള്ളത്. അതായത് നിയമത്തെ വെല്ലുവിളിച്ച്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, വിശേഷിച്ച് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൽക്ഷണം നടപടിയെടുക്കുക എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ രീതി. മുൻപും ഉത്തർപ്രദേശിൽ സമാനമായ രീതിയിൽ ഏറ്റുമുട്ടൽ കൊലകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ കേരളത്തിലേതടക്കം മാധ്യമങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ഏറ്റുമുട്ടൽ കൊലകൾ നടത്തുന്നു എന്ന് വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടുത്തെ സ്ത്രീ സുരക്ഷ അത്രത്തോളം അപകടത്തിലായിരുന്നു ഒരു കാലത്ത്. അവിടുത്തെ വ്യവസായ അന്തരീക്ഷം അത്രയധികം മോശമായിരുന്നു. പക്ഷേ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ കർശനമായ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഗുണ്ടകളെ നേരിട്ട് തുടങ്ങിയതോടെ നിലവിൽ അവിടുത്തെ സ്ഥിതി മാറി തുടങ്ങി. ഈ രീതിയിലുള്ള ഈ ഷഹസാദുമാർ വീണ്ടും കളത്തിലിറങ്ങിയാൽ അതേ നാണയത്തിൽ, അതേ രീതിയിൽ നേരിടുക എന്നതാണ് ഇപ്പോഴും ഉത്തർപ്രദേശിന്റെ രീതി. ശരി ശ്രീകാന്ത്, ഉത്തർപ്രദേശ് മീററ്റിൽ ബലാത്സംഗ കേസ് പ്രതിയെ വെടിവെച്ചു കൊന്നു. പോലീസ് ഏറ്റുമുട്ടലിലാണ് ഷഹസാദ് എന്ന കൊടും ക്രിമിനൽ കൊല്ലപ്പെട്ടത്. സരൂർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനുള്ളിൽ വച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത്. 2 പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. എസ് ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.